ഈ ചരിത്രം കേട്ടിട്ട് കരയാത്തത്? ഈ ചരിത്രം കേട്ടിട്ട് ഒരു തുള്ളി കണ്ണുനീര് വന്നില്ലെങ്കിൽ പിന്നെ അള്ളാന്റെ ഹബീബിനോടുള്ള പ്രണയമെന്താ? സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ റസൂലിന്റെ റിസാലത്തിന്റെ പൂശരീരം മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തില് 6 അടി മണ്ണിലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്കുകയാണ്. എല്ലാവരും വല്ലാതെ കരയുന്ന രംഗമാണ്. മദീനയൊന്നാകെ കൂട്ടക്കരച്ചിലാണ്. സ്വഹാബത്ത് മുഴുവനും പൊട്ടിക്കരയുന്നു. ഫാത്തിമ ബീവി വിതുമ്പുന്നു. ആ സമയത്താണ് ഹബീബിന്റെ സുന്ദരമായ ശറഫാക്കപ്പെട്ട ശരീരം അതേ ഖബറിലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്കുന്നു. ഓരോ മൂടുകല്ലുകളും വെക്കുകയാ. അവസാനമായി ഹബീബിന്റെ റിസാലത്തിന്റെ പൂശരീരത്തിന്റെ ഭാഗമൊന്നു കാണാൻ സ്വഹാബത്ത് വളരെ ആഗ്രഹത്തോടെ നോക്കുകയാ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഖബറിൽ അങ്ങോട്ട് ഇറക്കി വെക്കുകയാണ്. മുഖത്തു നിന്ന് അബ്ബാസ് തങ്ങൾ കഫമുടെ അങ്ങോട്ട് നീക്കുകയാ. അബ്ബാസ് തങ്ങൾ കഫമുടെ അങ്ങോട്ട് നീക്കിയപ്പോ ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാന്റെ ശറഫാക്കപ്പെട്ട ചുണ്ട്, അള്ളാന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ചുണ്ടിങ്ങനെ ചലിക്കുന്നതായിട്ട് കണ്ടു. കൂട്ടുകാരെ, ഇത് മഹാന്മാര് രേഖപ്പെടുത്തിയതാ. ഇത് മഹാനായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയതാ. ചരിത്രത്തിൽ കാണാം അള്ളാന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ചുണ്ടിങ്ങനെ ഖബറിൽ നിന്നിങ്ങനെ ചലിച്ചുവത്രേ. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ ചുണ്ടിങ്ങനെ ചലിച്ചു കണ്ടപ്പോ സഹാബത്ത് മുഴുവനും കൗതുകത്തോടെ നോക്കി. എല്ലാവരും കൗതുകത്തോടെ നോക്കിക്കൊണ്ട് അബ്ബാസ് തങ്ങളോട് ചോദിക്കുന്നു, അല്ല അബ്ബാസ് തങ്ങളെ, റസൂലുള്ള വഫാത്തായതാണോ അതോ ഉറങ്ങുകയാണോ? അവിടുന്ന് വഫാത്തായിട്ടില്ലേ? അവിടുത്തെ ശറഫാക്കപ്പെട്ട ചുണ്ടിങ്ങനെ ചലിക്കുകയാണ്. ആ സമയത്ത് സഹാബത്ത് അബ്ബാസ് തങ്ങളോട് പറയുകയാ, റസൂലുള്ള അവസാനമായിട്ട് ചുണ്ട് ചലിപ്പിക്കുന്നുണ്ടല്ലോ. അവിടുന്ന് ആരെയാണ് അബ്ബാസ് തങ്ങളെ അന്വേഷിക്കുന്നത്? അങ്ങയുടെ കർണപുടം ഒന്ന് അടുപ്പിച്ചു വെച്ചു നോക്കൂ. അള്ളാന്റെ റസൂലിന്റെ റിസാലത്തിന്റെ പൂശരീരം അവിടത്തെ ചുണ്ടിലേക്കൊന്ന് തങ്ങൾ അവരുടെ കർണപുടം ചെവിയൊന്ന് അടുപ്പിച്ചു വെച്ചു നോക്കൂ. അബൂബക്കറിനെയാണോ അല്ലാഹുവിന്റെ റസൂൽ അന്വേഷിക്കുന്നത്? ജീവിതകാലം മുഴുവനും കൂടെ നടന്ന അബൂബക്കർ സിദ്ദീഖിനെയാണോ? ആരാ കൂട്ടരെ? അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ ആരെക്കാളും കൂടുതൽ സ്നേഹിച്ച ആളാണ്. ഒരിക്കൽ സഹാബത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു അത്രേ, അല്ലയോ അബൂബക്കർ തങ്ങളെ, അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ, അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങക്ക് ഇഷ്ടമുള്ള കാര്യം എന്താന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ? അവിടുന്ന് ഒന്ന് ചിന്തിക്കുക പോലും ചെയ്തില്ല. അവിടുന്ന് ഒന്ന് ചിന്തിക്കുകയും ചെയ്തില്ല. അവിടുന്ന് അബൂബക്കർ തങ്ങൾ കൊടുത്ത മറുപടിയാ, അൻ അഗ്റൽ ഇലാ വജ്ഹി റസൂലുള്ളാഹ്. അതേ, എന്റെ നേതാവിന്റെ, എന്റെ കരളിന്റെ കഷ്ണമായ റസൂലുള്ളാഹിയുടെ ശറഫാക്കപ്പെട്ട മുഖത്തേക്ക് വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമെന്ന് ലോകത്തോട് പറഞ്ഞതാ, ലോകത്തോട് വിളിച്ചു പറഞ്ഞതാ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അത്രത്തോളം സ്നേഹിച്ച അബൂബക്കർ തങ്ങളെയാണോ അല്ലാഹുവിന്റെ റസൂൽ അവസാനമായിട്ട് അന്വേഷിക്കുന്നത്? അതോ ഉമർ ഇബ്നുൽ ഖത്താബിനെയാണോ? അതല്ല കരളിന്റെ കഷ്ണമായ ഫാത്തിമയെയാണോ? അല്ല ഭാര്യയായ ആയിഷയെയാണോ? ആരെയാണ് റസൂലുള്ളാഹി അന്വേഷിക്കുന്നത്? അബ്ബാസ് തങ്ങളെ, നിങ്ങൾ അവിടുത്തെ ചെവിയെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ചുണ്ടിനോടൊന്ന് അടുപ്പിച്ചു പിടിക്കൂ. ആ സമയത്ത് അബ്ബാസ് തങ്ങൾ തന്റെ ചെവി ഖബറിൽ കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടിന്റെ ഭാഗത്തേക്ക്, അള്ളാന്റെ റസൂലിന്റെ ചുണ്ടിന്റെ ഭാഗത്തേക്ക് അടുപ്പിച്ചു പിടിച്ചു. കൂട്ടുകാരെ, ആ സമയത്ത് സുബ്ഹാനല്ലാഹ്, മുസ്ലിമേ, ഈ ചരിത്രം കേൾക്കുമ്പോ ആരാ കരയാത്തത്? ആരാണ് പൊട്ടിക്കരയാത്തത്? ആ സമയത്ത് അള്ളാന്റെ റസൂൽ, സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ റസൂൽ അവസാനമായിട്ട് ആരെയാ ചോദിച്ചത്? എന്താണ് അള്ളാന്റെ റസൂൽ അവസാനമായിട്ട് പറഞ്ഞതെന്നറിയുമോ? അള്ളാന്റെ റസൂൽ ചോദിച്ചത്, കൂട്ടുകാരെ, ഉമർ ഇബ്നുൽ ഖത്താബിനെയല്ല, അബൂബക്കർ സിദ്ദീഖിനെയല്ല, കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയെയല്ല, ഭാര്യയായ ആയിഷ ബീവിയെയല്ല. അല്ലാഹു വിളിക്കുന്നത് ഉമ്മത്തി ഉമ്മത്തി. അതേ കൂട്ടരെ, അള്ളാന്റെ റസൂൽ വിളിച്ചത്
അള്ളാന്റെ റസൂല് വിളിച്ചത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടുകാരെ, എന്നെയും നിങ്ങളെയുമാ അള്ളാന്റെ റസൂല് വിളിച്ചത്. യാ ഉമ്മത്തി യാ ഉമ്മത്തി എന്ന് വിളിച്ചിട്ടാ അള്ളാന്റെ റസൂല് പോയത്. അത്രത്തോളം സ്നേഹിച്ചത് നമ്മളെയാ. എല്ലായ്പ്പോഴും അള്ളാന്റെ റസൂല് കണ്ണീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ചിന്തിച്ചാണ്, നമ്മളെ കുറിച്ചാണ്. നമ്മള് അള്ളാന്റെ റസൂലിനെ തിരിച്ച് സ്നേഹിക്കണ്ടേ? എത്രത്തോളം സ്നേഹിച്ചാലാ മതി വരികയാണ്. ഹബീബിനെ ഇങ്ങനെ നാം സ്നേഹിച്ചാലാ മതി വരിക കൂട്ടുകാരാ. റസൂലിനെ നാമൊക്കെ എത്ര കാലമായി ലോകത്ത് ജീവിക്കുന്നു. റസൂലിനെ എത്രയോ പേര് സ്വപ്നം കിനാവിൽ കണ്ടവരുണ്ട്. നമുക്കും അള്ളാന്റെ ഹബീബിനെ ഒന്ന് കിനാവിൽ കാണണ്ടേ? അതിനൊരു സൂത്രം ഞാൻ പറഞ്ഞു തരാം. എത്ര കാലമായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു, ഞാനും നിങ്ങളും. എനിക്കും നിങ്ങൾക്കും അള്ളാന്റെ ഹബീബിനെ ഒന്ന് സ്വപ്നത്തിൽ ദർശിക്കണ്ടേ? അതിന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തർബിയത്തുൽ ഉസൂലി ബിറുയത്തിൽ റസൂലി എന്ന ഗ്രന്ഥത്തിൽ മഹാന്മാര് പറഞ്ഞു, അള്ളാന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഉണ്ട്. എന്താണെന്നറിയുമോ? അള്ളാന്റെ റസൂല് പറയുകയാ, മോനെ, നിനക്ക് റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ ദർശിക്കാൻ ആഗ്രഹമുണ്ടോ? അള്ളാന്റെ റസൂല് പറയുകയാ, മൻ അറാദ അയ്യറാനി ഫീ മനാം, എന്നെ സ്വപ്നത്തിൽ കാണാൻ വല്ലവനും ആഗ്രഹമുണ്ടോ? വയുസല്ലി ഫീ ലൈലത്തിൽ ജുമുഅത്തി റകഅത്തെ അർബഅ റകഅ. അതേ, വെള്ളിയാഴ്ചയുണ്ടല്ലോ, വെള്ളിയാഴ്ച രാത്രി ഉണ്ടല്ലോ, അഥവാ വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി, ആ രാത്രിയിൽ മോനെ നീ 4 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചോ. എങ്ങനെ എന്നറിയുമോ? 4 റകഅത്ത് നീ സുന്നത്ത് നിസ്കരിച്ചോ. അത് എങ്ങനെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്നറിയുമോ? ഓരോ റകഅത്തിലും ഫാത്തിഹ ഓതിയതിനു ശേഷം 3 സൂറത്തുകൾ നീ ഓതണം. ഓരോ റകഅത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം 3 സൂറത്ത് നീ ഓതണം. അതിലൊന്ന് അലം നശ്റഹ് നീ ഓതണം. ഇദാ സുൽസിലത്തിൽ അർളു സുൽസാലഹ എന്ന സൂറത്ത് നീ ഓതണം. വളുഹാ വല്ലൈലി നീ ഓതണം. ഈ 3 സൂറത്തും ഓരോ റകഅത്തിലും ഫാത്തിഹ കഴിഞ്ഞാൽ ഈ 3 സൂറത്തും നീ ഓതണം. ഇങ്ങനെ 4 റകഅത്ത് നിസ്കരിച്ചതിന് ശേഷം സലാം വീട്ടിയതിനു ശേഷം 70 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലണം. ശേഷം 70 ഇസ്തിഗ്ഫാർ ചൊല്ലണം. അങ്ങനെ നീ സ്വലാത്ത് ചൊല്ലി അങ്ങ് കിടന്നുറങ്ങണം. അങ്ങനെയാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നിന്റെ സ്വപ്നത്തിൽ വരും. എങ്ങനത്തെ മനസ്സുമായിട്ടാ? കിബ്ർ പാടൂല, കുശുമ്പ് പാടൂല, നിഷ്കളങ്കമായ മനസ്സുമായിട്ട് ചെയ്യണം. സംശയം പാടൂല. ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കാണുമോ ഇല്ലയോ എന്ന സംശയം വന്നാല് ഇലാ യൗമുൽ ഖിയാമ, അന്ത്യനാൾ വരെ നീ തപസ്സിരുന്നാലും അല്ലാഹുവിന്റെ റസൂലിനെ കാണൂല. അതുകൊണ്ട് കൂട്ടരെ, നിഷ്കളങ്കമായ മനസ്സുമായിട്ട് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ചെയ്താൽ ഇത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ. ഇതുവരെ കള്ളം പറയാത്ത ഹബീബ് പറഞ്ഞതാ. ഇവിടുത്തെ കാണാൻ വേണ്ടി ചെയ്തോ. ഇതുവിടുത്തെ ഈ ചരിത്രം കേട്ടിട്ട് കരയാത്തത്, ഈ ചരിത്രം കേട്ടിട്ട് ഒരു തുള്ളി കണ്ണുനീര് വന്നില്ലെങ്കിൽ പിന്നെ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പ്രണയമെന്താ? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ പൂശരീരം മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 6 അടി മണ്ണിലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്കുകയാണ്. എല്ലാവരും വല്ലാതെ കരയുന്ന രംഗമാണ്. മദീനയൊന്നാകെ കൂട്ടക്കരച്ചിലാണ്. സ്വഹാബത്ത് മുഴുവനും പൊട്ടിക്കരയുന്നു. ഫാത്തിമ ബീവി ഇതുമ്പുന്നു. ആ സമയത്താണ് ഹബീബിന്റെ സുന്ദരമായ ശറഫാക്കപ്പെട്ട ശരീരം അതേ ഖബറിലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്കുന്നു. ഓരോ മൂടുകല്ലുകളും വെക്കുകയാ. അവസാനമായി ഹബീബിന്റെ റിസാലത്തിന്റെ പൂശരീരത്തിന്റെ ഭാഗമൊന്നു കാണാൻ സ്വഹാബത്ത് വളരെ ആഗ്രഹത്തോടെ നോക്കുകയാ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഖബറിൽ അങ്ങോട്ട് ഇറക്കി വെക്കുകയാണ്. മുഖത്തു നിന്ന് അബ്ബാസ് തങ്ങൾ കഫമുടെ അങ്ങോട്ട് നീക്കുകയാ. അബ്ബാസ് തങ്ങൾ കഫമുടെ അങ്ങോട്ട് നീക്കിയപ്പോ ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ചുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ചുണ്ടിങ്ങനെ ചലിക്കുന്നതായിട്ട് കണ്ടു. കൂട്ടുകാരെ, ഇത് മഹാന്മാര് രേഖപ്പെടുത്തിയതാ. ഇത് മഹാനായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയതാ. ചരിത്രത്തിൽ കാണാം അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ചുണ്ടിങ്ങനെ ഖബറിൽ നിന്നിങ്ങനെ ചലിച്ചുവത്രേ. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ ചുണ്ടിങ്ങനെ ചലിച്ചു കണ്ടപ്പോ സഹാബത്ത് മുഴുവനും കൗതുകത്തോടെ നോക്കി. എല്ലാവരും കൗതുകത്തോടെ നോക്കിക്കൊണ്ട് അബ്ബാസ് തങ്ങളോട് ചോദിക്കുന്നു, അല്ല അബ്ബാസ് തങ്ങളെ, റസൂലുള്ള വഫാത്തായതാണോ
അതോ ഉറങ്ങുകയാണോ? അവിടുന്ന് വഫാത്തായിട്ടില്ലേ? അവിടുത്തെ ശറഫാക്കപ്പെട്ട ചുണ്ടിങ്ങനെ ചലിക്കുകയാണ്. ആ സമയത്ത് സഹാബത്ത് അബ്ബാസ് തങ്ങളോട് പറയുകയാ, റസൂലുള്ള അവസാനമായിട്ട് ചുണ്ട് ചലിപ്പിക്കുന്നുണ്ടല്ലോ, അവിടുന്ന് ആരെയാണ് അബ്ബാസ് തങ്ങളെ അന്വേഷിക്കുന്നത്? അങ്ങയുടെ കർണപുടം ഒന്ന് അടുപ്പിച്ചു വെച്ചു നോക്കൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ പൂശരീരം അവിടത്തെ ചുണ്ടിലേക്കൊന്ന് തങ്ങളവരുടെ കർണപുടം ചെവിയൊന്ന് അടുപ്പിച്ചു വെച്ചു നോക്കൂ. അബൂബക്കറിനെയാണോ അല്ലാഹുവിന്റെ റസൂൽ അന്വേഷിക്കുന്നത്? ജീവിതകാലം മുഴുവനും കൂടെ നടന്ന അബൂബക്കർ സിദ്ദീഖിനെയാണോ? ആരാ കൂട്ടരെ? അബൂബക്കർ റളിയല്ലാഹു അൻഹു